Morning, dear students. Silent prayer. In last class, we started chapter 3, playing with the numbers. In that chapter, we learned factors and multiples, isn't it? And about some properties of factors and multiples. I think all of you understand very well and study well. Today's topics are prime numbers, composite numbers, twin primes, and even and odd numbers. Then exercise 3.2. I think all of you know what is prime numbers. Do you remember? In lower standard, we learned about prime numbers and composite numbers. So let's start with the prime numbers. Okay. The number other than 1 whose only factor is 1 and the number itself. That numbers is known as prime numbers. What is meant by prime numbers? The numbers like കുറച്ച് നമ്പേഴ്സിന് അതിന്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ 1 ആ നമ്പർ മാത്രം ഫാക്ടർ ആയിട്ട് വരുന്നുള്ളൂ. That numbers are called prime numbers. For example, 2. 2 into 1. 2 into 1 is 2. ഇനി വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 2 എടുക്കാൻ പറ്റുമോ? ഇല്ല. So factors are 2 and 1 and the number itself. Then another number 3 into 1 equal 3. Which are the factors of 3? 1 and 3. That means 1 and the number itself. Then another number 5. 5 into 1 equal 5. Its factors are 1 and 5. Isn't it? Then yesterday I given some homeworks. In that homeworks, one question 23. Write the factors of 23. In 23, factors are 23 into 1, 23. 1 and 23 are only the factors of 23. That means 23 is also a prime number. So numbers like this, only factors are 1 and the number itself is called prime numbers. The number other than 1 എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പ്രൈം നമ്പരും അല്ല, കോമ്പസിറ്റ് നമ്പരും അല്ല. 1 മാറ്റി വെച്ചിട്ട് 2 മുതലുള്ള നമ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ 4 എടുത്തു കഴിഞ്ഞാൽ 4 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും? 2 into 2 4 ഉണ്ട്. അതുപോലെ 1 into 4 4 ഉണ്ട്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 4 1 2 4. അപ്പൊ ഇത് പ്രൈം നമ്പർ ആണോ? നോ, ദിസ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഇവിടെ 1ഉം ആ നമ്പറും കൂടാതെ 2ഉം കൂടെ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. Now here prime numbers between 1 and 100. Okay, so between 1 and 10, 2, 3, 5, 7. These 4 numbers are prime numbers. നമ്മളൊരു 100ന് ബിലോ ആയിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സ് എപ്പോഴും ബൈ ഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. അത് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹിയർ 1നും 10നും ഇടയ്ക്ക് 2, 3, 5, 7 ഓഡ് നമ്പേഴ്സ് അല്ലേ? 2, 3, 5, 7 9 ഒഴിച്ച് ബാക്കി ഓഡ് നമ്പേഴ്സ് ഒക്കെ പ്രൈം നമ്പർ. ഓഡ് നമ്പേഴ്സ് ഈ 3 പ്രൈം വന്നു. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. 2 എന്ന് പറയുന്ന ഓഡല്ല, ഈവൻ നമ്പറാണ്. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഈ എഴുതിയിരിക്കുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഈവൻ നമ്പർ ഉണ്ടോ? 2 മാത്രമേ ഉള്ളൂ ഈവൻ നമ്പർ. Here 2 is the only even prime number and the smallest prime number also 2. 3 കാര്യങ്ങളാണ് ഇവിടെ. ഈവൻ നമ്പർ ആയിട്ട് വരുന്ന പ്രൈം നമ്പർ 2 മാത്രമേ ഉള്ളൂ. അതുപോലെ 2 ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പ്രൈം നമ്പർ. All other prime numbers are odd numbers. ബാക്കി വരുന്ന എല്ലാ നമ്പേഴ്സും, that means all prime numbers, എല്ലാ പ്രൈം നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണ്. 2 മാത്രമാണ് ഈവൻ പ്രൈം നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ. ഓക്കെ, now നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് 10നും 20ക്കും ഇടയ്ക്ക് ഏതൊക്കെയുണ്ട്? 11, 13, 17, 19. ഇവിടെ നമുക്ക് 15 ഇല്ലായിരുന്നു അല്ലെ? ഇവിടെ ഓഡ് നമ്പർ ആയ 15 മാത്രം. 15 3 into 5 ഒക്കെ വരുന്നോണ്ടില്ല. അപ്പൊ ഇങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി 20ക്കും 30ക്കും ഇടയ്ക്ക് 23, 29. Then 30ക്കും 40ക്കും ഇടയ്ക്ക് 31, 37.
Then between 40 and 50, 41, 43, 47. Then between 40 and 50, 53, 59. Then between 50 and 60, 61, 67. And between 60 and 70, 71, 73, 79. Then between 70 and 80, 83, 89. And between 90 and 100, only 97. So you must learn prime numbers between 1 and 100. Then composite numbers. Numbers having more than 2 factors are called composite numbers. What is meant by composite numbers? Numbers more than 2 factors. എന്ന് പറഞ്ഞാൽ 1ഉം ആ നമ്പറും കൂടാതെ കൂടുതൽ ഫാക്ടേഴ്സ് വന്നാൽ അതിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പോസിറ്റ് നമ്പർ എവിടെ സ്റ്റാർട്ട് ചെയ്യും? 1 is neither a prime nor a composite. എന്ന് വെച്ചാൽ 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അപ്പൊ 1നെ നമ്മൾ മാറ്റി വെച്ചു. Then 2 is even prime number and the smallest prime number. But 2 പോയി. 3 is also prime number. Then next is 4 is not a prime number and the smallest composite number is 4 ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. Then 5 is prime number. Then 6, 7 is prime number. Then 8, 9, then 10, 11 is prime number, then 12, 13 is prime number, then 14, 15, 16, 17 is prime number, then 18, then 19 is prime number, then 20, etc. ഇങ്ങനെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് പോകുന്നത്. അതായത് പ്രൈം നമ്പേഴ്സ് അല്ലാത്ത 1ഉം അല്ലാത്ത ബാക്കി നമ്പേഴ്സ് എല്ലാം എന്ത് നമ്പേഴ്സ് ആണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. എക്സസൈസ് 3.1 ഫാക്ടേഴ്സ് എഴുതി, കുറെ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എഴുതി. എല്ലാ നമ്പേഴ്സിനും മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട് ഇല്ലേ? ആ നമ്പേഴ്സ് എല്ലാം എന്ത് നമ്പേഴ്സ് ആണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പൊ ഇത്രയും ഓർക്കുക, പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. അതിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ട്. മോർ ദാൻ 2 എന്ന് പറയുമ്പോൾ 1ഉം ആ നമ്പറും കൂടാതെ വേറെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. Now next topic, twin primes. What is mean by twin primes? Are you heard about twin primes? Okay. I will tell. 2 prime numbers whose difference is 2 are called twin primes. 2 prime numbers whose difference are 2 is called twin primes. That means if we take 3 and 5 are prime numbers. What is the difference of 3 and 5? What is mean by difference? Difference means subtraction ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. So 5 minus 3 is 2. 2 പ്രൈം നമ്പേഴ്സ് എടുത്ത് അതിന്റെ ഡിഫറൻസ് 2 ആണെങ്കിൽ ആ 2 പ്രൈം നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ട്വിൻ പ്രൈംസ്. ട്വിൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ പിള്ളേരൊക്കെ? അതുപോലെ. ഇനി നമുക്ക് വേറെ ട്വിൻ പ്രൈം നമ്പേഴ്സ് ഉണ്ടോ? നമ്മൾ കുറച്ച് പ്രൈം നമ്പേഴ്സ് എഴുതി വെക്കാൻ. 2, 3, 5, 7, 11. ഓക്കെ. ഇനി നോക്കിയേ, ഈ 2, 3 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. സോ ദിസ് ഈസ് നോട്ട് എ ട്വിൻ പ്രൈംസ്. 3, 5 ഡിഫറൻസ് ഈസ് 2. സോ ദിസ് ഈസ് twin primes. Then 5, 7. 5 plus 2, 7. 7 minus 5, 2. So 5 and 7 are twin primes. Then next 11, 13. 11, 13. What is the difference between 13 and 11? That is also 2. So 11 and 13 also twin primes. Here നമ്മൾ എത്ര പേര് കണ്ടു? 3 and 5, 5 and 7, 11 and 13. ഇങ്ങനെ നിങ്ങൾ ആ ലിസ്റ്റിൽ ഇടയ്ക്ക് നോക്കിയാൽ മതി. അതായത് ഡിഫറൻസ് 2 വരണം. അങ്ങനത്തെ പ്രൈംസിനെ വിളിക്കുന്ന പേരാണ് ട്വിൻ പ്രൈംസ്. ഇനി അനദർ ട്വിൻ പ്രൈംസ് 17 and 19, then 41 and 43, then 71 and 73. അപ്പൊ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. Now take your textbook page number 52. Here one box is given. Here rounded numbers are prime numbers and that numbers crossed is composite numbers. Okay. ക്രോസ്ഡ് പക്ഷെ 1 അവിടെ നിങ്ങൾ എടുത്തേക്കരുത് കേട്ടോ. 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല, മറന്നു പോയേക്കരുത്. അപ്പൊ once more I repeat, 1 is not a prime, not a composite. And which is the smallest even prime number? 2. And which is the smallest composite number? 4. Okay.
ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് പ്രൈം നമ്പേഴ്സും കിട്ടും, കോമ്പോസിറ്റ് നമ്പേഴ്സും കിട്ടും. And next topic is even and odd numbers. We know very well, isn't it? Even numbers and odd numbers. Which are the even numbers? 2, 4, 6, 8, etc. are even numbers. And 1, 3, 5, 7, etc. are odd numbers. What is the speciality of even number? Even numbers are multiples of 2. 2 ന്റെ multiples ആണ് even numbers. Okay. And odd numbers 1, 3, 5, 7. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൽ സ്പെഷ്യൽ ആയിട്ടൊന്നും പറയാനില്ല. ഇത്ര ഓർത്താൽ മതി. ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8 എക്സെട്ര. അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ് ഈവൻ നമ്പേഴ്സ്. ദെൻ അതല്ലാത്ത ബാക്കി നമ്പേഴ്സ് ഒക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സ്. അപ്പൊ നമ്മളൊരു നമ്പർ കണ്ടാൽ ഈവൻ ആണെന്ന് എങ്ങനെയാ തിരിച്ചറിയുക? ആ നമ്പറിന്റെ സൈഡില് 0, 2, 4, 6, 8 എന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് യൂണിറ്റ് പ്ലേസിലാണെങ്കിൽ ഈവൻ നമ്പർ ആണ്. ഫോർ എക്സാമ്പിൾ, വലിയൊരു നമ്പർ നമുക്ക് കിട്ടി. ഓക്കെ, ഈ നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ? യൂണിറ്റ് പ്ലേസിലെ നമ്പർ ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ ഈവൻ ആണ്. ആണല്ലോ, 8 ആണ്. സോ ദിസ് ഈസ് ഈവൻ നമ്പർ. 0, 2, 4, 6, 8 ഈ നമ്പേഴ്സ് യൂണിറ്റ് പ്ലേസിൽ വരുവാണെങ്കിൽ അത് ഈവൻ നമ്പർ ആണ്. അതുപോലെ 1, 3, 5, 7, 9 ഈ നമ്പേഴ്സ് യൂണിറ്റ് പ്ലേസിൽ വന്നാൽ അത് ഓഡ് നമ്പേഴ്സ് ആണ്. കാരണം വലിയ നമ്പർ എഴുതി കഴിയുമ്പോൾ നമുക്ക് ആ യൂണിറ്റ് പ്ലേസ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ വി കംപ്ലീറ്റഡ് topics: prime and composite numbers, twin numbers, then even and odd numbers. I think all of you understand very well. Next we move to the exercise 3.2. Take textbook 53, page number 53, exercise 3.2. First question: what is the sum of any two A odd numbers, B even numbers? What is the question? ഏതെങ്കിലും രണ്ട് ഓഡ് നമ്പേഴ്സ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഓഡ് നമ്പർ തന്നെയാണോ ഈവൻ നമ്പർ തന്നെയാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ ഓഡ് നമ്പേഴ്സ് കിട്ടുമോ, ബി ഈവൻ നമ്പേഴ്സ് എടുത്താലോ. അങ്ങനെ ഓഡ് നമ്പേഴ്സ് കിട്ടുമോ എന്നല്ല, ഈ ഓഡ് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താൽ എത്ര ഈവൻ ആണോ ഓടാണോ കിട്ടുന്നത്, അതുപോലെ ഈവൻ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താൽ ഈവൻ ആണോ ഓടാണോ കിട്ടുന്നത് ക്വസ്റ്റ്യൻ. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് എനി 2 ഓഡ് നമ്പേഴ്സ്? 3 plus 5, 8. 7 plus 5, 12. Then 19 plus 11. 19 plus 11, 9 plus 1, 10. 30. നോക്കിയേ, ഇവിടെ എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷെ ആൻസർ എന്താ കിട്ടിയിരിക്കുന്നത്? ഈവൻ നമ്പർ ആണ്. ഇവിടെ 8, ഇവിടെ സൈഡിൽ 2 ആവും. സോ ദിസ് ഈസ് ഈവൻ നമ്പർ. അറ്റത്ത് 0, യൂണിറ്റ് പ്ലേസിൽ 0 വന്നാലും ഈവൻ നമ്പർ ആണ്. അപ്പൊ 2 ഓഡ് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താൽ നമുക്ക് ഈവൻ നമ്പർ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അവിടെ എഴുതി വെച്ചോ കേട്ടോ, ഈവൻ നമ്പർ. Then 2 ഈവൻ നമ്പർ എടുത്താലോ? 2 plus 4, 2 plus 4, 6. 4 plus 8, 12. 20 plus 8, 28. ഈവൻ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താലും ഈവൻ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഓഡ് നമ്പറിന്റെ അവിടെ ആൻസർ ഈവൻ നമ്പർ, then ബി ഈവൻ നമ്പറിന്റെ അവിടെ ഈവൻ നമ്പർ തന്നെ ആൻസർ. Then question number 2, state whether the following statements are true or false. Here given some statements, we need to write true or false. First A question: the sum of 3 odd numbers is even. 3 odd numbers in the sum even ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തത് എന്താണ്? 2 ഓഡ് നമ്പേഴ്സിന്റെ സം ആണ് ഈവൻ എന്ന് പറഞ്ഞാൽ. ഇനി 3 ഓഡ് നമ്പേഴ്സിന്റെ സം എടുത്ത് നോക്കാം. 1 plus 3, 4. 4 plus 5, 9. ഈവൻ ആണോ? അല്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. അവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 3 ഓഡ് നമ്പർ എടുത്ത് ആഡ് ചെയ്താൽ ഈവൻ ആണെന്ന്. അല്ല, 3 ഓഡ് നമ്പർ എടുത്ത് ആഡ് ചെയ്താൽ ഓഡ് നമ്പറും ആൻസർ കിട്ടും. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ്. റൈറ്റ് ദെയർ F. ഈ ട്രൂ ഓർ ഫോൾസിന്റെ ഇപ്പൊ നിങ്ങൾ ക്ലാസ് കൂടുന്ന സമയത്ത് അവിടെ ഫോൾസ് ആണ് ഫോൾസ്, ട്രൂ ആണ് ട്രൂ എന്നുള്ളത് ചെയ്യുക. ഓക്കെ. ബി the sum of 2 odd numbers and 1 even number is even. എന്ന് വെച്ചാൽ എന്താ? sum of 2 odd numbers, 2 odd numbers ന്റെ സം, അതിന്റെ കൂടെ 1 even number, ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ ഈവൻ നമ്പർ തന്നെ ആൻസർ കിട്ടും.
നമുക്ക് 2 ഓഡ് നമ്പർ എടുക്കാം. 1 + 3 അതിന്റെ കൂടെ ഒരു ഈവൻ നമ്പർ എടുത്തു. ഞാൻ ചെയ്ത് നോക്കാം. 1 + 3 4. 4 + 2 6. That statement is correct. True. Question C. The product of 3 odd numbers is odd. 3 odd numbers in the product odd numbers തന്നെയായിരിക്കും. So let's take 3 odd numbers. 1 into 3 into 5. 1 into 3 3. 3 into 5 15. ഞാൻ ചെറിയ നമ്പർ എടുക്കുന്നത് പെട്ടെന്ന് തന്നെ എക്സാമ്പിൾ പറയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വലിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സംശയം അങ്ങനെ കിട്ടുമെന്ന് ഡൗട്ട്സ് ഉള്ളവര് ഇതുപോലെ 15 into 17 into 19. അവർ അടുത്തടുത്ത് വരുന്ന ഓഡ് നമ്പർ വേണമെന്നില്ല കേട്ടോ. ഇഷ്ടമുള്ള 3 ഓഡ് നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കൊള്ളുക. നമുക്ക് ആൻസർ എന്ത് തന്നെ കിട്ടത്തുള്ളൂ? ഓഡ് നമ്പർ തന്നെ കിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് ട്രൂ. Then question D. If an even number is divided by 2, the quotient is always odd. ഒരു ഈവൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ കോഷ്യന്റ് ഓഡ് നമ്പർ ആയിരിക്കും. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡിവൈഡ് ചെയ്ത് മുകളിൽ വരുന്ന ആൻസർ അതൊരു ഓഡ് ആയിരിക്കും. അത് തെറ്റാണ്. നമുക്കൊരു ഈവൻ നമ്പർ എടുക്കാം. ഈവൻ നമ്പർ ഏതാ എടുക്കുന്നത്? 198. 190 വലിയ നമ്പർ പറഞ്ഞേക്കാം. 198നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട്. 19 എടുത്തു. 9 2s are 18. Then 9 minus 8 2. Sorry 1. Then 1 minus 1 0. Then bring down this 8. We get 18. Then 9 2s are 18. Subtract 0 0. So odd ആയിരിക്കുമോ? What is our statement? If an even number is divided by 2, the quotient is always odd. ഒരു ഈവൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോഷ്യന്റ് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മളെടുത്ത നമ്പറിൽ കോഷ്യന്റ് ഓഡ് നമ്പർ തന്നെ വന്നു. എന്നാലും നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നമുക്ക് വേറൊരു നമ്പർ എടുക്കാം. 368. 368 divided by 2. 1 time 2. 3 minus 2 1. Then bring down 6 16. 8 2s are 16. Subtract ചെയ്തു. Bring down this 8. 4 2s are 8. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ. This is an even number. Its quotient is also even number. Sometimes quotient is odd number. Sometimes quotient even number. അതായത് ഓഡും വരാം ഈവനും വരാം. So that statement is false. Question E. All prime numbers are odd. Is it correct? No. 2 is an even prime number. So that statement is false. F. Prime numbers do not have any factors. Prime numbers in ഒരു factors ഇല്ല. Is it correct? No. Prime numbers have itself and 1 is also factors. Prime numbers എല്ലാം 2 factors ഉണ്ട്. 1 and the number itself. So statement is false. Now question G. Sum of 2 prime numbers is always even. രണ്ട് പ്രൈം നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താൽ എപ്പോഴും സം ഈവൻ ആയിരിക്കും. കറക്റ്റ് ആണോ? In first question we check about any 2 odd number and any 2 even number. Here we are going to check about any 2 prime numbers. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? Sum of 2 prime numbers is always even. First check 3 plus 5. 3 plus 5 8. 7 plus 5 12. ഇതെല്ലാം ഈവൻ നമ്പർ ആണ്. Now check 3 plus 2. 3 plus 2 is 5. Then 5 plus 2 equals 7. Then 7 plus 2 equals 9. So എല്ലാം ഈവൻ ആണോ കിട്ടുന്നത്? അല്ല. ഇവിടെ ഒരു ഈവൻ പ്രൈം നമ്പർ ഉണ്ട്. So നമുക്ക് ഓഡ് നമ്പറും സം ആയിട്ട് കിട്ടും. So that statement is false. Now question H. 2 is the only even prime number. Yes, that is correct. True. Question I. All even numbers are composite numbers. എല്ലാ even numbersഉം composite numbers ആണ്. ആണോ? 2 ആണോ? അല്ല. So that statement is false. Now question J. The product of 2 even numbers is always even. Product of 2 even numbers. നമ്മൾ product of 3 odd numbers check ചെയ്തു. ഇനി product of 2 even numbers. 2 into 4 8. 12 into 2 24.
18 into 2, 8 2s are 16, 36. So that is also true. Now question number 3. The numbers 13 and 31 are prime numbers. Both these numbers have same digits 1 and 3. Find such pairs of prime numbers up to 100. What is the meaning? ഇവിടെ തന്നിരിക്കുന്ന 13ഉം 31ഉം പ്രൈം നമ്പേഴ്സ് ആണ്. അവരുടെ ഡിജിറ്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? 1ഉം 3ഉം യൂസ് ചെയ്തിട്ടുള്ള പ്രൈം നമ്പറാണ്. 1 3 13, 3 1 31. ഇതുപോലെ വേറെ പെയറും ഈ 100 വരെ അപ് ടു 100 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ് ടു 100 എന്ന് പറഞ്ഞാൽ 100 വരെ ഉള്ള പ്രൈം നമ്പേഴ്സ് ഇങ്ങനത്തെ പെയർ ഉണ്ടോ? സോ ലുക്ക് ഇൻ ദിസ് ബോക്സ് ആൻഡ് ഫൈൻഡ് എനി പെയർ. So you please pause the video and find pairs. Okay. Now I am going to tell answer 17 and 71. 17, 1 7 17, 7 1 17. Again 37 and 73. 3 7 37, 7 3 73. And again one more 79 and 97. Our 3 pairs കൂടെ ഉണ്ട്. നിങ്ങൾ ഇതിനകത്ത് നോക്കി കണ്ടുപിടിച്ചോണം. Okay. Now question number 4. Write down separately the prime and composite numbers less than 20. 20 less than 20 എന്ന് പറഞ്ഞാൽ എന്താ? 20ക്ക് ബിലോ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും സെപ്പറേറ്റ് എഴുതണം. സോ പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്. Prime numbers less than 20. Okay. Now 1 is not a prime number, not a composite. So 1 വിട്ടു ഇല്ല. Now 2, 3, 5, 7, 11, 13, then 17, then 19. So these are the prime numbers less than 20. Now we are going to write composite numbers less than 20. So from where start composite numbers? 4. 4 is the smallest composite number. So 4, 6, 8, 9, 10, 12, 14, 15, 16, 18. Okay, 18 വരെ ഉള്ളൂ. 19 ഇവിടെ പ്രൈം ആണ്. Less than 20 means 20 വേണ്ട, 20 below ആയിട്ട് വരുന്നത്. Now question number 5. What is the greatest prime number between 1 and 10? 1നും 10നും ഇടയ്ക്ക് വരുന്ന ഗ്രേറ്റസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 7. 7 ആണ് കേട്ടോ. 2 3 5 7. So 7 is the greatest prime number between 1 and 10. Now question 6. Express the following as the sum of two odd numbers. Given A, B, C, D 4 questions for even numbers അവിടെ തന്നു വെച്ചാൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ പ്രൈം നമ്പേഴ്സിന്റെ എങ്ങനെയാ? 2 ഓഡ് പ്രൈം നമ്പേഴ്സിന്റെ സമ്മായിട്ട് എഴുതണം. അതായത് അവിടെ നമ്മൾ 2 യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് 2 ഓഡ് പ്രൈംസ് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. Question number 6. Express the following as the sum of two odd prime numbers. താഴെ തന്നിരിക്കുന്നതൊക്കെ 2 ഓഡ് പ്രൈം നമ്പേഴ്സിന്റെ സമ്മായിട്ട് എഴുതണം. അപ്പൊ ഫസ്റ്റ് ഈസ് 44. 44 തന്നിട്ടുണ്ട്. ഈ 44നെ നമ്മൾ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അത് രണ്ടും ഓഡ് പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. അതായത് 2 എടുക്കാൻ പാടില്ല. അപ്പൊ ഈ 4നെ നമ്മൾ ആദ്യം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 3 + 1 4 ആണ്. സോ 3 + 41 ഉണ്ടോ? ഇനി ഇത് ട്രയൽ ആൻഡ് എറർ ആണ്. വാട്ട് ഈസ് മീൻ ബൈ ട്രയൽ ആൻഡ് എറർ? നിങ്ങൾ ട്രയലിൽ ചെയ്ത് നോക്കണം. അപ്പൊ എറർ വരാം, തെറ്റ് വരാം, പിന്നെയും ട്രൈ ചെയ്യുക. അങ്ങനെ ട്രൈ ചെയ്ത് വേണം പെയർ കണ്ടുപിടിക്കാൻ. ഇവിടെ ഞാൻ എക്സ്ട്രാ പെയർസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളോട് ഒരു പെയറെ ചോദിച്ചിട്ടുള്ളൂ. ഞാനിവിടെ 3 പെയർ വെച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി. അപ്പൊ 3 + 41, 3യും 41ഉം പ്രൈം നമ്പേഴ്സ് ആണ്, ഓഡ് പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ 44 കിട്ടും. അതുപോലെ 7 + 37 അതും 44 ആണ്. 13 + 31. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 44 കിട്ടുന്നുണ്ടോ? അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക? നമ്മൾ ട്രൈ ചെയ്യുക. ഡൗട്ട്സോ വരുന്ന ഏതെങ്കിലും രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി അത് കണ്ടുപിടിക്കാൻ എളുപ്പവഴിയുണ്ട്. ഈ യൂണിറ്റ് പ്ലേസിൽ 4 വരണം. അപ്പൊ ആ 4നെ നമ്മളങ്ങ് സ്പ്ലിറ്റ് ചെയ്യുക. ഓഡ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ ഓഡ് പ്രൈം നമ്പേഴ്സ് ഒന്നും വേണ്ട, സ്പ്ലിറ്റ് ചെയ്താൽ മതി. 3യും 1ഉം 1 നോറ് കോമ്പോസിറ്റ് നോറ് പ്രൈം എന്നല്ലേ പറയുന്നത്. 41 ആണ് ഇവിടെ പ്രൈം നമ്പർ.
അപ്പൊ 3യും 1ഉം വരും. അതുപോലെ 7 + 7 14. അപ്പൊ ഇവിടെ 4 വരാം. പിന്നെ 3 + 1 4 കണ്ടോ. അടുത്തത് 36 ആകുമ്പോൾ 5 + 31. 5 odd prime number, 31 odd prime number. Then 17 + 19, then 13 + 23. ഇതൊക്കെ ട്രൈ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് 24. 5 + 19, 7 + 17, 11 + 13. ഓരോ പേരെ ചോദിച്ചുള്ളൂ, ഞാൻ എക്സ്ട്രാ തന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് 18. 5 + 13, 7 + 11 = 18. അപ്പൊ ഇങ്ങനെ 2 odd prime numbersന്റെ സമ്മായിട്ട് എഴുതാനാണ് question number 6. Now question number 7. Give 3 pairs of prime numbers whose difference is 2. എന്താ പറയണ്ടേ? 3 pairs of prime numbers whose difference is 2. രണ്ട് ഡിഫറൻസ് വരുന്ന 3 pair of prime numbers പറയണം. ഇനി എന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് 2 prime numbers whose difference is 2 are called twin primes. I already explained what is mean by twin primes and already I told examples. 3 and 5 are twin primes. 5 and 7 are twin primes. Then 11 and 13 are twin primes. ഇവിടെ 3 pairs ആയില്ലേ? ഇതിന്റെ ഡിഫറൻസ് 2 ആണ്, ഇതിന്റെ 2 ആണ്, ഇതിന്റെ 2 ആണ്. Okay. Now question number 8. Which of the following numbers are prime? 23. Yes, 23 is a prime number. 51 is not a prime number. Doubts ഉണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ പ്രൈം നമ്പേഴ്സ് 100ന് ബിലോ വരുന്ന ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. 51 നമ്മൾ 17 × 3 51 നമുക്ക് കിട്ടും. Then okay, 37, yes, prime number. 26, not a prime number. Then question number 9. Write 7 consecutive numbers less than 100 so that there is no prime number between them. What is the meaning? Write 7 consecutive composite numbers. Consecutive composite numbers means തൊട്ടടുത്തടുത്ത് വരുന്ന numbers. 7 consecutive composite എന്നുണ്ട്. അതായത് തൊട്ടടുത്തടുത്ത് വരുന്ന 7 consecutive composite numbers less than 100. 100 ലെസ് ആയിരിക്കണം. So that there is no prime number between them. അതിന്റെ ഇടയ്ക്ക് പ്രൈം നമ്പേഴ്സ് ഒന്നും വരാൻ പാടില്ല. അതും നിങ്ങൾ ഈ ബോക്സിലേക്ക് നോക്കി വേഗം കണ്ടുപിടിച്ചോ. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ ഇവിടെ നമുക്ക് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ 2, 3, 5 അതിനിടയ്ക്കൊന്നും നമുക്കില്ല. ഇങ്ങനെ ഈ ക്രോസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കൗണ്ട് ചെയ്യുക. സർക്കിളിനും 2 സർക്കിളിനിടയ്ക്ക് ക്രോസ് ചെയ്ത നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് അങ്ങനെ കൗണ്ട് ചെയ്ത് വന്നാൽ ലാസ്റ്റ് പോർഷനിൽ നിങ്ങൾക്ക് കിട്ടും 90, 91, 92, 93, 94, 95, 96. ഇത്രയും നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് ആയിട്ട്, അതായത് അടുത്തടുത്ത് വരുന്ന 7 കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. Now question number 10. Express each of the following numbers as the sum of 3 odd primes. This is same like a question number 6. Question number 6 നമ്മൾ 2 odd prime numbers ന്റെ sum ആയിട്ട് എഴുതി. Question number ഈ 10ല് ഓരോ നമ്പർ given നമ്പറിനെ 3 odd നമ്പേഴ്സിന്റെ ഓഡ് പ്രൈം നമ്പേഴ്സിന്റെ സം ആയിട്ട് എഴുതണം. അപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോണം, ഓഡ് നമ്പേഴ്സ് എന്നല്ല, ഓഡ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഡ് നമ്പേഴ്സ് അല്ല, ഓഡ് പ്രൈം നമ്പേഴ്സ് കേട്ടോ. സോ ഫസ്റ്റ് ഈസ് 21. 21 3 + 5 + 13. ഇതും ട്രയൽ ആൻഡ് എറർ ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ 3 + 5 + 13. These 3 are odd primes and its sum is 21. And next is 31. 3 + 5 + 23. These 3 numbers are odd prime numbers and its sum 31. Again question C 53. 53 13 + 17 + 23. These 3 are odd primes and its sum 53. And last is 61. 7 + 13 + 41. These 3 are odd primes and its sum 61. Now question 11. Write 5 pairs of prime numbers less than 20 whose sum is divisible by 5. Here given 5 pairs of prime numbers. എന്ന് പറഞ്ഞാൽ എന്താ? 5 പെയർ എന്ന് പറഞ്ഞാൽ 2 വെച്ച് എടുക്കുക. 5 pairs of numbers less than 20. 20ൽ ലെസ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം. 20 ചെറുതായിട്ടുള്ള ബിലോ ആയിട്ടുള്ള. whose sum is divisible by 5. അതിന്റെ സം എടുത്താൽ
5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ 5 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ഏതായിരിക്കും? 5ന്റെ ടേബിൾ നിങ്ങൾക്കറിയാലോ. 5, 10, 15, 20, 25, 30, 35 ഒക്കെ സം ആയിട്ട് വരണം. അങ്ങനെയാണ് അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. 3 + 7 = 10. അപ്പൊ ഒരു പേര് അവിടെ തന്നു എക്സാമ്പിൾ ആയിട്ട്. 3 + 7 = 10. 2 + 3. 2 and 3 are prime numbers. Its sum is 5. 5 is divisible by 5. 5, 1 is 5. അല്ലേ? Next 2 + 13. 2 ഉം 13 കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 15. 5 3s are 15. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട്. Then 7 + 13. 7 and 13 are odd prime numbers. Prime numbers ആണ്. Its sum is 20. 5 4s are 20. 20 is divisible by 5. Then 11 + 19. രണ്ടും prime numbers ആണ്. Its sum is 30. 30 ഉം 5ന്റെ ടേബിൾ ഇല്ലേ? 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. Then 3 + 17 20. ഇവിടെ 7 + 13 ആണ് എടുത്തത്. ഇവിടെ നേരെ തിരിച്ച് 3 + 17 20. 20 divisible by 5 ആണ്. ഇതൊക്കെ നമ്മൾ ട്രയൽ ആൻഡ് എറർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഇങ്ങനെ സമ്മ കണ്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. Now question number 12. Fill in the blanks. Question A. A number which has only 2 factors is called a dash. 2 factors ഉള്ള നമ്പറിനെ എന്ത് വിളിക്കും? Prime number. Question B. A number which has more than 2 factors is called a composite number. നമ്മൾ അതല്ലേ ടോപ്പിക് ഇന്ന് പഠിച്ചത്. Question C. 1 is neither dash nor dash. I told so many times 1 is neither prime nor composite number. Question D. The smallest prime number is 2. E. The smallest composite number is 4. ഇതെല്ലാം മിസ് ഓൾറെഡി പറഞ്ഞു പോയതാണ്. The smallest even number is. അവിടെ ചോദിച്ചിരിക്കുന്ന സ്മോളസ്റ്റ് ഈവൻ നമ്പർ ആണ്. ഏതാ ഈവൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 4 6 8. അപ്പൊ 2 ആണ് സ്മോളസ്റ്റ് ഈവൻ നമ്പർ. അതുപോലെ 2 ആണ് സ്മോളസ്റ്റ് ഈവൻ പ്രൈം നമ്പർ. അതുപോലെ പ്രൈം നമ്പറിലെ സ്മോളസ്റ്റും 2 ആണ്. ഓക്കെ, ഇപ്പൊ 2ന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? സ്മോളസ്റ്റ് ഈവൻ നമ്പർ 2, സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2, സ്മോളസ്റ്റ് ഈവൻ പ്രൈം നമ്പർ 2, അല്ലെങ്കിൽ only even prime number 2. So topics completed. Prime numbers, composite numbers, twin primes, and even and odd numbers. Then exercise 3.2. So study well. Take care. Thank you.